നമ്മുടെ നാട്ടിൽ നമ്മുടെ പ്രദേശങ്ങളിലുള്ള ചെറുകിട വ്യവസായക്കാർ അഥവാ വഴിയോര കച്ചവടക്കാർ, അവരെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ നാട്ടിൽ അല്ലെങ്കിൽ ഒരു പരിസര പ്രദേശത്ത് 10 ആളുകൾ കൂടുന്ന ഒരു ഫംഗ്ഷൻ നടക്കുമ്പോൾ, ഒരു പ്രത്യേകമായ കുറെ ആളുകൾ ഒത്തുകൂടുന്ന ഒരു പരിപാടി നടക്കുമ്പോൾ, ഉത്സവം പോലത്തെ ഒരു പരിപാടി നടക്കുമ്പോൾ ഇതുപോലെയുള്ള വഴിയോര കച്ചവടക്കാർക്ക്, ഉദാഹരണത്തിന് ഐസ്ക്രീം കച്ചവടം ചെയ്യുന്ന ആളെപ്പോലെ, അല്ലെങ്കിൽ ചെറിയ രീതിയിൽ ചായ കച്ചവടം നടത്തുന്നവരെ പോലെ, അല്ലെങ്കിൽ വേദിയിലിരുന്ന് അബ്ദുൽ ഉസ്താദ് പറയുന്നത് പോലെ കപ്പലണ്ടി കച്ചവടം നടത്തുന്നവരെ പോലെ ചെറുകിട വ്യവസായം റോഡിന്റെ അരികിൽ നടത്തുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇതുപോലെ 10 ആളുകൾ ഒരുമിച്ച് കൂടുന്ന പ്രത്യേകതരം ഒരു വേദി ഉണ്ടാകുമ്പോൾ, ഒരു ആഘോഷ പരിപാടി ഉണ്ടാകുമ്പോൾ അതിനെ മാറ്റി നിർത്തിക്കൊണ്ട് എന്തൊക്കെ പ്രതിസന്ധികളുണ്ടെങ്കിലും, എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലും, എന്തൊക്കെ ബുദ്ധിമുട്ടുകൊണ്ടുണ്ടെങ്കിലും അതെല്ലാം മാറ്റിവെച്ചുകൊണ്ട് അന്നേ ദിവസം അവിടെ കച്ചവടത്തിനായി അവർ തയ്യാറാകും. എന്ത് പ്രശ്നമുണ്ടെന്ന് പറഞ്ഞാലും അല്പം ബുദ്ധിയുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം, ബിസിനസ് മൈൻഡുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം, പണമുണ്ടാക്കണമെന്ന് താല്പര്യമുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം, അവന്റെ കുടുംബത്തെ പോറ്റണമെന്ന് കുടുംബത്തോട് പ്രതിബദ്ധതയുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം ആ രാത്രിയിൽ നേരത്തെ വീട്ടിൽ പോയി കിടന്നുറങ്ങാൻ അവരെ കൊണ്ട് കഴിയില്ല. മറിച്ച് എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്തുകൊണ്ട് എത്ര ദിവസം ഉറക്കമൊഴിക്കേണ്ടി വന്നാലും അവിടെ അവൻ കച്ചവടത്തിന് വേണ്ടിയിട്ട് ഇറങ്ങിത്തിരിക്കും. എന്തിനാണെന്ന് ചോദിച്ചാൽ അവന്റെ 1 or 2 ദിവസത്തെ ഉറക്കം അവിടെ നഷ്ടപ്പെടുത്തുമ്പോൾ ഒരുപക്ഷെ 1 മാസത്തോളം അവൻ മറ്റു രീതിയിൽ കച്ചവടം ചെയ്യുമ്പോൾ കിട്ടുന്നതിനേക്കാൾ പണം അവനിക്ക് കൂടുതൽ അവിടെ കിട്ടിയെന്ന് വരാം. അതുകൊണ്ട് തന്നെ അതിനുശേഷം ഒരു 10 ദിവസം അവൻ കച്ചവടത്തിന് പോവാതെ ലീവ് എടുത്തിരുന്നാലും കുഴപ്പമില്ല എന്ന് ചിന്തിച്ചിട്ട് ബുദ്ധിയുള്ളൊരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ആ അവസരം അവൻ മുതലെടുക്കുകയാണ് ചെയ്യാറുള്ളത് എങ്കിൽ, എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അതുപോലെ തന്നെയാണ് മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം. ബഹുമാനപ്പെട്ട ഇമാം ഗസാലി തങ്ങൾ രേഖപ്പെടുത്തുകയാണ്, ഇമാം അബൂ ഹാമിദ് അൽ ഗസാലി റളിയല്ലാഹു അൻഹു പറയുകയാ, ഇതുപോലെ ഒരു മനുഷ്യന്റെ കച്ചവടക്കാരന്റെ മൈൻഡെങ്കിൽ ഒരു മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം, ഒരു സാലിഹായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം, ഒരു യഥാർത്ഥ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഒരു വർഷത്തിലെ 19 പകലുകളും 15 രാവുകളും ഒരു മുഅ്മിനായ മനുഷ്യന്റെ ഇതുപോലെ സുവർണ അവസരമാണ്. നമ്മുടെ ഇവിടെ വിഷയം അത് തന്നെയാണ്. മുഹറം വിശ്വാസിയുടെ സുവർണ കാലമെന്നാണ്. എങ്ങനെയാണ് വിശ്വാസിക്ക്, എങ്ങനെയാണ് മുഅ്മിനീങ്ങൾക്ക് മുഹറം അത് സുവർണാവസരമാവുക? ഇമാം അബൂ ഹാമിദ് അൽ ഗസാലി തങ്ങൾ രേഖപ്പെടുത്തുകയാ, യഥാർത്ഥ മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരു വർഷത്തിലെ 19 പകലുകളും 15 രാവുകളും അവനിക്ക് സുവർണാവസരങ്ങളാണ്. അവൻ മുതലെടുക്കേണ്ട രാവുകളാണ്, മുതലെടുക്കുന്ന രാവുകളാ. ആത്മീയതയോട് കൊതിയുള്ള, ആത്മീയമായ ഉയരാൻ താല്പര്യമുള്ള മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ആ രാവുകളും പകലുകളും അവൻ ഒഴിവാക്കുന്നില്ല. ആ 19 പകലുകളിൽ മഹാനവറുകൾ പറയുകയാ, ആ 19 പകലുകളിൽ ഒന്നാമതായിട്ട് ഇമാം ഗസാലി തങ്ങൾ എണ്ണി പറയുന്നത് അത് ആശൂറാഇന്റെ പകലാ. ആ 15 രാവുകളിൽ 6 വിശുദ്ധമായ റമളാനിലാണ്. 2 രാവുകൾ അത് പരിശുദ്ധ മുഹറത്തിലെ പ്രധാനപ്പെട്ട രാവുകളാ. ആ 2 രാവുകളും ഒരു പകലും മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മാറ്റിവെക്കാൻ കഴിയില്ല. കാരണം ആ രാവിലും ആ പകലിലും അല്ലാഹുവിന്റെ പ്രത്യേകമായ കാരുണ്യം വർഷിക്കപ്പെടുകയാ, അല്ലാഹുവിന്റെ പ്രത്യേകമായ റഹ്മത്തിറങ്ങുകയാ. മുഅ്മിനീങ്ങൾക്ക് വിലവെടുപ്പ് കാലമാ. പ്രിയമുള്ളവരെ, മുഅ്മിനിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ അവനിക്ക് സന്തോഷമുണ്ടാകുന്നത്, ഏറ്റവും കൂടുതൽ അവനിക്ക് ആനന്ദമുണ്ടാകുന്നത് ഇത്തരത്തിലുള്ള അല്ലാഹുവിന്റെ റഹ്മത്ത് പെയ്തിറങ്ങുന്ന പ്രത്യേകമായ രാവുകളും പകലുകളുമാണ്. പരിശുദ്ധമായ ഖുർആൻ തന്നെ ഓർമ്മപ്പെടുത്തുകയാണ്, ഖുൽ ബിഫദ്ലില്ലാഹി വബിറഹ്മതിഹി വബിദാലിക ഫൽയഫ്റഹൂ വദാലിക ഖൈറും മിമ്മാ യജ്മഊൻ. ഖുൽ നബിയേ, തങ്ങൾ അവരോട് പറയുക, അല്ലാഹുവിന്റെ ഔദാര്യം, വബിറഹ്മതിഹി അല്ലാഹുവിന്റെ കാരുണ്യം, വബിദാലിക ഫൽയഫ്റഹൂ അതാണ് അവർക്ക് ഏറ്റവും സന്തോഷമുണ്ടാക്കുന്നത്. അല്ലാഹുവിന്റെ കാരുണ്യം പെയ്തിറങ്ങുന്ന മുഹറത്തിലെ ഈ പകലുകളും രാവുകളുമാണ്, മുഹറത്തിലെ ഈ പകലുകളും രാവുകളുമാണ് മുഅ്മിനീങ്ങൾക്ക് സന്തോഷമുണ്ടാക്കുക. വബിദാലിക ഖൈറും മിമ്മാ യജ്മഊൻ
അതിനെ ഒരുമിച്ച് കൂട്ടാൻ വേണ്ടിയിട്ടാ മുഅ്മിനീങ്ങൾ ശ്രമിക്കുക. ആ റഹ്മത്തുകളെ ഒരുമിച്ച് കൂട്ടാൻ വേണ്ടിയിട്ടാ മുഅ്മിനീങ്ങൾ ശ്രമിക്കുക. അവർക്ക് ഏറ്റവും കൂടുതൽ സന്തോഷമുണ്ടാവുന്നത് ഇത്തരത്തിൽ അല്ലാഹുവിന്റെ കാരുണ്യം പെയ്തിറങ്ങുന്ന രാവുകളാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ ഔദാര്യം അല്ലാഹു തആല ചെയ്തു തന്നത് ഈ ഉമ്മത്തിന് മാത്രമാണ്. ഒരുപാട് പ്രവാചകന്മാരിവിടെ കടന്നുപോയിട്ടുണ്ട്, ഒരുപാട് നബിമാരിവിടെ കടന്നുപോയിട്ടുണ്ട്, ഒരുപാട് സമുദായം നമുക്ക് മുന്നേ ഇവിടെ യാത്രയായിട്ടുണ്ട്. പക്ഷേ അല്ലാഹു തആല പ്രത്യേകം പരിഗണിച്ചത് ഈ ഉമ്മത്തിന് മാത്രമാണ്. അറിയുമോ, നിങ്ങൾക്കിവിടെ മുൻപുള്ളവർ പ്രസംഗിച്ചപ്പോ പറഞ്ഞതുപോലെ ഈ മാസത്തിൽ ബഹുമാനിച്ചത്, ഈ മാസത്തിനെ ആദരിച്ചത്, ഈ മാസത്തിൽ നോമ്പെടുത്തത് കേവലം ഈ സമുദായം മാത്രമല്ല, മുഹമ്മദുർ റസൂലുള്ളാഹിന്റെ ഉമ്മത്ത് മാത്രമല്ല, മുൻകഴിഞ്ഞ പ്രവാചകന്മാര് മുഴുവനും ഈ മാസത്തിനെ ബഹുമാനിച്ചിട്ടുണ്ട്. മുൻകഴിഞ്ഞ പ്രവാചകന്മാർ മുഴുവനും ഈ മാസത്തിനെ ബഹുമാനിച്ചിട്ടുണ്ട്, ആദരിച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ഇബ്നു റജബുൽ ഹംബലി തങ്ങൾ ഓർമ്മപ്പെടുത്തുന്നു, യൗമ ആശൂറാ ലഹു ഫളീലത്തുൻ അദീമാ. ആശൂറായിന്റെ ദിവസത്തിന് വല്ലാത്ത പ്രതിഫലമാ. വഹുറുമത്തുൻ ഖദീമാ. അത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയ പണിയല്ല, അത് പണ്ടേ ഉള്ളൊരു കാര്യം തന്നെയാണ്. സകല അമ്പിയാക്കന്മാരും ഈ മാസത്തിന് ആദരിച്ചവരാ, സകല അമ്പിയാക്കന്മാരും ഈ മാസത്തിന് ബഹുമാനിച്ചവരാണ്. കാനൽ അംബിയാഉ യുഅല്ലിമുഹു ബിഖിലാഫി സായിരിൽ അയ്യാം. എല്ലാ മാസങ്ങളിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഈ മാസത്തിനെയും ഈ രാവുകളെയും സകല അമ്പിയാക്കന്മാരും ബഹുമാനിച്ചതാ. എല്ലാ അമ്പിയാക്കന്മാരും ഇതിനെ ആദരിച്ചു, എല്ലാവരും ഇതിനെ ബഹുമാനിച്ചു. പ്രിയമുള്ള സഹോദരങ്ങളെ, പക്ഷേ അതിൽ നിന്നും വ്യത്യസ്തമായ അല്ലാഹ് നമുക്ക് മാത്രം, ഈ സമുദായത്തിന് മാത്രം ചില പ്രത്യേകതകൾ നൽകി. അത് ഈ മാസമെന്ന് മാത്രമല്ല, പല വിഷയങ്ങളിലും അങ്ങനെ നൽകിയിട്ടുണ്ട്. നമ്മൾ പഠിച്ചവനാണ്, ബനൂ ഇസ്രായേൽ സന്തതികളിൽ അവരുടെ വസ്ത്രത്തിൽ ഒരു നജസ് പറ്റിയാൽ അത് മുറിച്ച് കളയലല്ലാതെ വേറെ മാർഗമില്ല, കഴുകിയാൽ വൃത്തിയാവില്ല. പക്ഷേ നമുക്ക് നമ്മുടെ വസ്ത്രത്തിൽ നജസ് പറ്റിയാൽ അത് കഴുകി വൃത്തിയാക്കൽ അനുവദനീയമാണ്. ഇങ്ങനെ ഒരുപാട് അനുഗ്രഹങ്ങളെ ഈ സമുദായത്തിന് അല്ലാഹു തആല ചെയ്തു തന്നെങ്കിൽ, പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ മാസത്തിൽ ഒരുപാട് ഇബാദത്തുകൾ നമ്മൾ ചെയ്യേണ്ടതുണ്ടെങ്കിൽ ആ രാവിലെയും പകലിനെയും ഉറങ്ങാതിരുന്ന് ബുദ്ധിയുള്ള മുഅ്മിനീങ്ങളെ ഹയാത്താക്കുമ്പോ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഇബാദത്ത് എന്താണ്? അന്നേ ദിവസം നോമ്പനുഷ്ഠിക്കലാണ്. അന്നേ ദിവസം നോമ്പനുഷ്ഠിക്കലാണ്. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നതായ ഹദീസിൽ കാണാം, അല്ലാഹുവിന്റെ റസൂൽ സഹാബത്തിനോട് പറഞ്ഞു, സഹാബത്തേ, മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഈ മാസത്തിലെ ദിവസത്തിൽ നോമ്പനുഷ്ഠിച്ചിട്ടുണ്ട്, ഇബ്രാഹിം നബി നോമ്പനുഷ്ഠിച്ചിട്ടുണ്ട്, നൂഹ് നബി നോമ്പനുഷ്ഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് സൂമോ അന്തും, നിങ്ങളും നോമ്പ് പിടിക്കണം എന്ന് ഹബീബായ നബി തങ്ങൾ സഹാബത്തിനോട് പറഞ്ഞതായി ഹദീസിൽ കാണാമെങ്കിൽ, പ്രിയമുള്ള സഹോദരങ്ങളെ, അന്നേ ദിവസം നോമ്പ് പിടിക്കൽ വല്ലാത്ത പ്രതിഫലം തന്നെയാണ്. ഇമാം ബുഖാരി റളിയല്ലാഹു തആല അൻഹു റിവായത്ത് ചെയ്യുന്നുണ്ട്. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, മദീനയുടെ പരിസര പ്രദേശങ്ങളിൽ താമസിക്കുന്ന മുഹാജിറുകളായ അൻസാറുകളായ സഹാബത്തുണ്ടല്ലോ, മദീനയുടെ പ്രാന്തപ്രദേശങ്ങളിൽ പരിസരത്ത് താമസിക്കുന്ന അൻസാറുകളായ സഹാബത്തുണ്ടായിരുന്നു. അവരിലേക്ക് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആശൂറായിന്റെ ദിവസത്തിൽ പ്രഭാതത്തിൽ സുബഹി കഴിഞ്ഞപ്പോ ഒരാളെ അങ്ങ് പറഞ്ഞു വിട്ടു. ആശൂറായിന്റെ ദിവസം സുബഹി നിസ്കാരം കഴിഞ്ഞപ്പോൾ ഒരു സഹാബിയെ വിളിച്ചിട്ട് നബി തങ്ങൾ ആ മദീനയുടെ പരിസരത്ത് താമസിക്കുന്ന അൻസാറുകളിലേക്ക് ഒരു സഹാബിയെ പറഞ്ഞയച്ചു. എന്നിട്ട് നബി തങ്ങൾ പറഞ്ഞു, മൻ കാന അസ്ബഹ സായിമൻ ഫൽയുതിമ്മ സൗമഹു വമൻ കാന അസ്ബഹ മുഫ്തിറൻ ഫൽയുതിമ്മ ബഖിയത യൗമിഹി. ആരെങ്കിലും ഈ രാവിലെ നോമ്പുകാരനായിട്ടുണർന്ന്
പറഞ്ഞിട്ടുണ്ടോ ആ നോമ്പിനെ അവരങ്ങ് പൂർത്തിയാക്കിക്കൊള്ളട്ടെ. ആരെങ്കിലും നോമ്പില്ലാത്തവനായിട്ടാണ് നേരം വെളുപ്പിച്ചതെങ്കിൽ അതുപോലെ തന്നെ അവൻ ആ പകലിനെ നിലനിർത്തട്ടെ. ആ ഭക്ഷണം ഒഴിവാക്കിക്കൊണ്ട് ആ പകലിനെ അവൻ ആദരിക്കട്ടെ. ആ സ്വഹാബത്തിന്റെ ഭാര്യമാര് പറയുകയാ, എത്ര ഗൗരവത്തോടെയാണ് ഞങ്ങൾ അതിനെ ഏറ്റെടുത്തതെന്നറിയുമോ? ഞങ്ങളുടെ മക്കളെ കൊണ്ടുപോലും ഞങ്ങൾ അതേ പകലിൽ നോമ്പ് പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. ഞങ്ങളുടെ മക്കൾക്ക് ഞങ്ങൾ ഭക്ഷണം കൊടുക്കാറില്ല. അവര് വിശന്ന് കരയുന്ന സമയത്ത് പരുത്തുകൊണ്ട് കളിപ്പാട്ടങ്ങൾ ഉണ്ടാക്കിയിട്ട് പരുത്തിയുടെ ഇല കൊണ്ട് കളിപ്പാട്ടം നിർമ്മിച്ചിട്ട് ഞങ്ങളുടെ മക്കളുടെ കയ്യിൽ കൊടുത്തിട്ട് ഞങ്ങൾ അവരെ സമാധാനിപ്പിക്കുമായിരുന്നു, അവരെ ഞങ്ങൾ സന്തോഷിപ്പിക്കുമായിരുന്നു, അവരുടെ കരച്ചിൽ ഞങ്ങൾ അടക്കുമായിരുന്നു. ഹത്താ യകൂന ഇൻദൽ ഇഫ്താർ, നോമ്പ് തുറക്കുന്ന സമയം വരെ ഞങ്ങൾ ആ മക്കളെ അങ്ങ് സമാധാനിപ്പിക്കുമായിരുന്നു. അതുകൊണ്ട്